ഒരാൾക്ക് ഇത്രയും പോസിറ്റിവിറ്റി പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് വേണ്ടി ഇനി അടുത്തൊന്നും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു, അതായത് ഇവൻ 2000-ന് ഞങ്ങൾ 5000-ന്റെ സൂട്ട് എടുത്തിക്കണം. ലാസ്റ്റ് ആവതിരുന്നത് മൂപ്പര് പറഞ്ഞൊക്കെ വേണം കേട്ടോ. ഇത് മിക്സ് ആയി പോകുന്ന പറയുമ്പോ ആ കട്ട് കയറണം. ശരിയാക്കാം. അതായത് ഇവൻ 2000-ന് ഞങ്ങൾ 5000-ന്റെ സൂട്ട് എടുത്തിക്കണം. ഞങ്ങളെ മേലെ വരണം. അത് നിങ്ങള് മാനേജ് ചെയ്താൽ മതി. അവനല്ല, നിങ്ങളെ ഫസ്റ്റ് വെഡിങ് അല്ലേ? ഫസ്റ്റ് വെഡിങ് അല്ലേ? ഇനി അടുത്തൊന്നും ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു ഫസ്റ്റും ലാസ്റ്റ് ആവതിരുന്നത്. ആൾക്കാരില്ലേ 8 പേരെ കണ്ടല്ലേ? ഉണ്ട്, പക്ഷെ കല്യാണം കഴിക്കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. സെറ്റായി വരണല്ലേ? ഉണ്ടാവും, നമ്മളറിയാത്തന്നെ കുറെ അല്ലേ? എനിക്കറിയില്ല. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ അല്ല. അതാ പിന്നെ നന്ദുവിന്റെ എത്ര വർഷത്തെ പ്രണയാണ്? നന്ദുവിന്റെ എത്ര 6 വർഷം. ഇത് 6 വർഷത്തെ. 5-6 ഇത് 6 വർഷത്തെ പ്രായം കഴിഞ്ഞല്ലേ വന്നത്? 19. അപ്പൊ 6 വർഷം. പ്രണയത്തെ കുറിച്ച് നമുക്ക് അവനോട് ചോദിക്കാം. പ്രണയത്തെ കുറിച്ച് അവൻ തന്നെ പറയുന്നത് നല്ലത്. നമ്മള് പറഞ്ഞിട്ട് ഏതാ ശരി ഏതാ തെറ്റ് നമുക്ക് അതായത് അവൻ ഇതിനെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഫ്ലവറി ആയിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളിപ്പോ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അവനത് മോശമാവും. പിന്നെ നല്ലതൊന്നും ഇവിടുന്ന് അവന് കുറച്ച് പറയാൻ അവനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് പറഞ്ഞു അല്ല, അതെ നമ്മള് പറഞ്ഞു ഇങ്ങനെ നല്ല ബന്ധം ഉണ്ടാവില്ലേ? അതെ അതെ അതെ. സൂര്യൻ ജ്യോതിക പോലെയൊക്കെയുള്ള പിക്ചർ ആയിരിക്കും അവൻ പറയാം, നമ്മള് പറയായിരിക്കും. എന്താണ് നിങ്ങളുടെ ടീമിൽ നന്ദുവിന്റെ ഒരു ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് നിങ്ങളെ? അതായത് ഒരാൾക്ക് ഇത്രയും പോസിറ്റിവിറ്റി പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൻ ഒരാളടുത്ത് ചൂടാവണത്, ഒരാളടുത്ത് പിന്നെ ഇമോഷണൽ ആവണത്, അതില്ല. എന്ത് പറഞ്ഞാലും നിങ്ങളിപ്പോ എന്നെ ചവിട്ടിയതല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമ്മളെ ഒന്നിനും റേസ് ആവില്ല. ഭയങ്കര നിങ്ങൾ തമ്മിലുള്ള ഈ പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ആ ഒരു പിന്നെ അറിയാതെ വരും. നമ്മളൊന്നും പ്ലാൻഡ് അല്ല എന്നുള്ളതാണ്. നമ്മള് കുറെ ചെറുപ്പം മുതലേ ഇപ്പൊ നമ്മള് സ്കൂളിലാകുമ്പോ മുതൽ കുറെ നാടകം ചെയ്യുമ്പോ അപ്പൊ മുതലേ ഉള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ സ്റ്റേജാണ്, ഇപ്പൊ ക്യാമറയാണ്, ആ വ്യത്യാസമുള്ളൂ. എല്ലാരും, ഞാനും നന്ദഗോപനും വൈശാഖും ഒരാളും കൂടെ ഉണ്ട്. അവനാണ് ക്യാമറ എടുത്തൊക്കെ ചെയ്യുന്നത്. അവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, കുറച്ച് മുമ്പ് വരും. 3 പേരുടെ തുടങ്ങിയത്. അപ്പൊ നമ്മള് 3 പേരുടെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണമെന്ന് കുറെ ആയിട്ട് നമ്മളിങ്ങനെ ജോലി ഇരിക്കുമ്പോഴൊക്കെ വിളിക്കും. ആരും ജോലിയിൽ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. നമുക്ക് നിർത്താം, നമുക്ക് ഇങ്ങനത്തെ പരിപാടി തുടങ്ങാന്നൊക്കെ പറഞ്ഞു. 3 പേരുടെ കൊച്ചി എത്തിയപ്പോൾ അങ്ങോട്ട് തുടങ്ങി. അത്രേ ഉള്ളൂ. നിങ്ങളേതോ മൂവിയില് മോൻ കാണിച്ചു, അത് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമല്ല. ഹൃദയപൂർവ്വം ഇറങ്ങിയല്ലോ. ശരിയല്ല, 3-4 സീനേ ഉള്ളൂ, എന്നാലും ഉണ്ട്. അതിന്റെയാണ് ഇപ്പൊ ഈ ഫോട്ടോ എടുക്കലേ. ഞാൻ ആലോചിക്കും, ഇപ്പൊ ഒരു സീനിലൊക്കെ വന്ന ഒരാളോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോഴേ കുറ്റല്ലോട്ടെ ഈ സിനിമാക്കാര് ജാടയാണത്. ഞാൻ വെറുതെ പറയാ. അല്ല, ഒരു സീനിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇത്രയൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ടെങ്കിലേ. അപ്പൂല്ലേ, അപ്പു എവിടെയാ? അപ്പൂനെ ഇതൊന്നും കിട്ടില്ല, ഭയങ്കര വിഷയമാണ്. അപ്പൂനെ കിട്ടില്ല. അയ്യോ, അനാവശ്യത്തിനും ഇല്ല, ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. അനാവശ്യം നിങ്ങൾക്ക് തോന്നുന്നു കട്ട് ചെയ്തോ? നമ്മളിൽ അനാവശ്യമൊക്കെ പറഞ്ഞു. പുതിയൊരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? അതായത് ഇന്നലത്തെ വെഡിങ്ങാ, ഒന്നുമില്ല, കാഷ്വൽ ആയിട്ട് ഒരു 3 മിനിറ്റ് രസമുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഇരിക്കുക, ഞാൻ അവരെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ അതിൽ അവരുടേതായ ഇതും ലവ് മാരേജ് ആണ്. ഇത് +2 തുടങ്ങിയതാണ്. അപ്പോൾ ഇതിപ്പോ 2ാമത്തെയാണ്. ഇനിയിപ്പോ നമുക്ക് ഗോപന്റെ നമുക്ക് ഒന്നുകൂടെ റിസപ്ഷൻ്റെ ഒന്നുകൂടെ ചെയ്യണം. അതിൽ നമ്മൾ ഇത് ഫസ്റ്റ് അല്ല, നല്ല ഇങ്ങനത്തെ ക്രിയേറ്റീവ് പരിപാടികൾ വരട്ടെ. സ്ഥിരം പാറ്റേൺ അല്ലാതെ അതെ അതെ, അത് നമുക്ക് ഇനി അവരെയും കൂടെ എത്തിയിട്ട് വേറെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞതും ആവണല്ലോ. അതാണ് മെയിൻ ഉദ്ദേശം. നമുക്ക് കുറച്ചുകൂടി പ്ലാനിങ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആളും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സാധനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എങ്ങനെയാന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ യുറേക്കയിലെ കുറച്ച് ഡയലോഗ്സ് കയറ്റി അതിന്റെ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ മിക്സ് ചെയ്ത് സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു.
അവിടെ എങ്ങനെ കൺജസ്റ്റ് ആയി പോയി. ഒന്നും ചെയ്യാൻ ഭയങ്കര പറ്റില്ല. അറിവ് ഒന്നും ചെയ്യാൻ പോയി പറ്റില്ല. പെട്ടെന്ന്. ഓ, അവിടെ രണ്ട് ദിവസം പിന്നെന്താ പറയാ നമ്മള് അല്ലാത്ത സമയത്ത് നമ്മൾ കയറി ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെയല്ല, അപ്പൊ ഉം, അത് വേണ്ടാന്ന് വെച്ചിട്ടാ. അതെ, അതെ. എല്ലാവർക്കും ചിലപ്പോ നമുക്ക് നമ്മള് തീരുമാനം എടുക്കാൻ കുറച്ച് ഓവർ പറ്റും ഫൺ അവരല്ലേ. ആയിട്ടേ ഉം, ഉം. അവരെല്ലാരും ഇപ്പൊ അവരുടെ ഒരു പരിപാടിയല്ല. പെർഫോമൻസ് ഇല്ലെന്ന് ഇന്നും അതാ പറഞ്ഞത്, പ്ലാൻ ചെയ്ത സാധനം ഒന്നും. ഒന്നാമത് കാരണം ചുരേക്കുള്ള ബാക്കി 3-4 പേരൊക്കെ വന്നു. ഇവിടെ വന്നപ്പോഴേക്കും എല്ലാരും വയ്യ, ഒരാൾ വയ്യായിട്ട് ട്രിപ്പ് ഇട്ട് കിടക്കലൊക്കെ ആയിരുന്നല്ലേ, വേറൊരാൾക്ക് മുതുകുവേദന. അപ്പൊ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു. കാരണം അതാത് കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗുകൾ അവരെന്നെ പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞാനും ഗോവനോട് മറ്റേ ഉണ്ണി നമ്പൂരിയുടെ സാധനം ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാ, ആരും കിട്ടിയില്ല. അപ്പൊ പിന്നെ അത് പിന്നെന്താ പറയുക, ഇന്ന് അവിടെ ഇന്നലത്തെ പോലെയല്ല, അത്യാവശ്യം ആളുണ്ട്. ചെയ്യാച്ച വൃത്തിയിൽ ചെയ്യണം, വെറുതെ ഒരു മോശം. കാരണം എന്താ പറയുക, എല്ലാവരും നമ്മളെ അറിയണവരും കൂടിയാ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളിൽ അവിടെ ഇവിടെ ഉള്ളവരാ, വെറുതെ പോയി നല്ല രീതിയിൽ ചെയ്താൽ തന്നെ ഉള്ളത് ഇതാവും. അതെ.